ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു പഴയ നൈറ്റി കൊണ്ട് മോൾക്കൊരു സർക്കുലർ സ്കേർട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ ഒരു പഴയ നൈറ്റിയാണ്. ഇത് നമ്മൾക്ക് ബനിയൻ സ്റ്റഫിൻ്റെ നൈറ്റി ഒന്നും പ്രത്യേകിച്ച് വലിയ കംപ്ലയിൻറ്റ്സ് ഒന്നും വരാറില്ലല്ലോ. എനിക്കിവിടെ ഇതിൻ്റെ ഇലാസ്റ്റിക് ഇച്ചിരി വലിഞ്ഞിട്ടുണ്ട്, അതുപോലെയുള്ള കംപ്ലയിൻറ്റ്സ് അല്ലേ വരാറുള്ളൂ. നമുക്കിത് കീറുകയോ അല്ലെങ്കിൽ കളറ് പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ കംപ്ലയിൻ്റൊക്കെ വരുമ്പോൾ നമുക്ക് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനിത് മോൾക്കൊരു സ്കേർട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നമുക്ക് എന്താ പറയുക, തയ്യൽ അറിയാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കേർട്ടാണെന്ന് ചെയ്യുന്നത്. അതിനായിട്ട് നൈറ്റി ഇതുപോലെ ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ അടിവശം എടുത്തിട്ട് ഇതുപോലെ മുകളിലേക്ക് എടുത്ത് വെച്ചു. മുകളിലേക്ക് എടുത്ത് വെച്ചപ്പോൾ ആ ചെസ്റ്റ് പോർഷൻ തൊട്ട് മുകളിലേക്കുള്ളത് നമ്മൾ എടുത്തിട്ടില്ല. കണ്ടോ, ആ കൈയുടെ പീസൊന്നും നമ്മൾ മാറ്റിയിട്ടിട്ടാണ് ബാക്കിയുള്ള സ്ഥലത്താണ് നമ്മളിതിങ്ങനെ മടക്കി വെച്ചിരിക്കുന്നത്. നമ്മളിത് നന്നായിട്ട് വിതർത്തിയിട്ട ശേഷം ഈ അടിവശം എടുത്ത് വീണ്ടും നമ്മൾ കോണോട് കോൺ എടുത്തിട്ടു. ഇതുപോലാണ് നമ്മൾ സർക്കുലർ സ്കേർട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും മടക്കി വെക്കുന്നത്. ഇനി നമുക്ക് അളവെടുക്കാം. അളവ് മോൾക്കൊക്കെ ഏകദേശം ഒരു 19-20 ഇഞ്ചൊക്കെ മതിയാകും. ലെങ്ത്ത്, അത്രയും ലെങ്ത്ത് മതിയാവും. ഇപ്പോൾ മുകൾ ഭാഗത്ത് ഞാനിപ്പോൾ ഒരു 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഒരു 10-14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു 4 ഇഞ്ചൊക്കെ മതിയാവും. ഇതിപ്പോൾ ഒരു 10 വയസ്സുള്ള മോൾക്കാണ്. അപ്പോൾ അത് കാരണം കൊണ്ടിട്ട് അവൾക്ക് ഞാൻ 3 ഇഞ്ചാണ് മുകളിൽ എടുത്തിരിക്കുന്നത്. 8, 9, 10 3 ഇഞ്ച് മതിയാവും. അതിലും കുറച്ചുകൂടി വലിയ കുട്ടികളാണെങ്കിൽ ഒരു 4 ഇഞ്ചൊക്കെ മതിയാവും. അതിൻ്റെ അപ്പുറത്തേക്ക് ആവശ്യം വരാറില്ല. കാരണം അതിച്ചിരി വലുതായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇലാസ്റ്റിക് ആണല്ലോ ഇടുന്നത്. ഇലാസ്റ്റിക്കും കറക്റ്റ് അളവെടുത്താൽ മതിയാവും. പിന്നെ ബാക്കിയുള്ള ലെങ്ത്ത് ഫുൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ ലെങ്ത്ത് ബാക്കി കിട്ടിയത് കംപ്ലീറ്റ് എടുത്തു. അതിപ്പോൾ വന്നത് ഒരു 21 ഇഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. ആ 21 ഇഞ്ച് വെച്ച് ഞാനിങ്ങനെ ഫുൾ മാർക്ക് ചെയ്തു കണ്ടോ. ഈ ഒരു ഷേപ്പിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തെടുത്തു കണ്ടോ. ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് 2 സ്ഥലവും വെട്ടിക്കൊടുക്കാം. മുകൾ ഭാഗത്ത് നമ്മൾ 3 ഇഞ്ചും വെട്ടി, താഴേക്ക് ഇപ്പോൾ ഒരു 21 ഇഞ്ചാണ് കിട്ടിയത്, അതും കൂടി ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഈ മുകൾ ഭാഗത്ത് 3 ഇഞ്ചേ ഉള്ളൂ എന്ന് ഓർത്ത് ഇരിക്കേണ്ട. കാരണം അത് നിവർത്തി വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കൊരു സ്കേർട്ട് ൻ്റെ ഒരു വിഡ്ത്ത് നമുക്കവിടെ കിട്ടും. ബനിയൻ സ്റ്റഫ് തുണിയായതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാനൊരു ഇത്തിരി പാടുണ്ടാവും, അത്രയേ ഉള്ളൂ. കാരണം ഇത്രയും മടക്കിൽ കിടക്കുകയല്ലേ. ഇപ്പോഴേ നമ്മളുടെ സ്കേർട്ട് റെഡിയാണ് കണ്ടോ. ഈ ഒരു കട്ടിങ് മാത്രമേ ഉള്ളൂ ഇതിൽ. ഇങ്ങനെ കട്ട് ചെയ്തു നമ്മുടെ സ്കേർട്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് അടിവശമാണ് കേട്ടോ. ഇത് ബനിയൻ സ്റ്റഫ് ആയതുകൊണ്ടിട്ട് തന്നെ അടിവശം നമുക്കിങ്ങനെ മടക്കി അടിക്കണമെന്നൊന്നുമില്ല. ഇങ്ങനെ ഇട്ടാലും മതി. ഞാനിപ്പോൾ ഇങ്ങനെ ഇടുകയാണ്, കാരണം വീട്ടിലിടാൻ കൊടുക്കാനല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ അടിക്കുന്നൊന്നുമില്ല. ഈ മുകൾ ഭാഗത്ത് ഇതുപോലെയാണ് നമുക്ക് കിട്ടുക കണ്ടോ, അരവണ്ണം. അത്രയും മതി നമുക്കൊരു 10 വയസ്സുള്ള കുഞ്ഞിക്കൊക്കെ. ഇത് ഇനിയിപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് നമുക്ക് കൈ കൊണ്ടിട്ട് വേണേലും ഇങ്ങനെ ഒന്ന് തുന്നിയെടുക്കാം കണ്ടോ. ഇതുപോലെ മടക്കി വെച്ച് ഇവിടെ ഒന്ന് കൈ കൊണ്ട് തുന്നിയെടുത്ത് ഇലാസ്റ്റിക്കും കൂടി ഇട്ടാൽ നമ്മുടെ സ്കേർട്ട് റെഡിയായി ഉണ്ടോ. ഇതുപോലാണ് കേട്ടോ നമ്മുടെ സ്കേർട്ട്. ഞാനിതിപ്പോൾ തുന്നുന്നില്ല, മെഷീനിലൊന്ന് അടിച്ചെടുക്കുകയാണ്. അങ്ങനെ അടിച്ചെടുക്കാനായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മളുടെ മുകൾ ഭാഗത്തേക്കും കൂടുതലായിരിക്കുമല്ലോ താഴെ വരുന്ന തുണി. അതുകൊണ്ടിട്ട് തന്നെ ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു 1/2 ഇഞ്ച് മടക്കി വീണ്ടും 1 ഇഞ്ച് മടക്കിയാണ് നമ്മളിങ്ങനെ വെക്കുന്നത് ഉണ്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഈ അടിയിൽ കണ്ടോ ഞെറിവ് പോലെ ഇച്ചിരി തുണി ഇങ്ങനെ നമ്മൾ ആ ചുരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ പട്ട വെച്ച് കൊടുക്കാം കേട്ടോ. വേറൊരു പീസ് തുണി ഇങ്ങനെ കട്ട് ചെയ്ത് സാധാരണ നമ്മൾ പട്ട വെച്ച് കൊടുക്കില്ലേ, അതുപോലെ തന്നെ പട്ട വെച്ച് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല നീളം കിട്ടും. ഒരു 2 ഇഞ്ച് കൂടി എക്സ്ട്രാ നമുക്ക് ലെങ്ത്ത് കിട്ടും. എനിക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനിത് വീട്ടിലിടാനല്ലേ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ മടക്കി അടിക്കുന്നത്. ഇങ്ങനെ മടക്കി അടിക്കുമ്പോൾ നമ്മളുടെ അടിവശത്ത് ഒരല്പം മുകളിലത്തേനേക്കാളും തുണി കൂടുതൽ താഴത്തേക്ക് വരുമ്പോൾ മടക്കി വരുമ്പോൾ ഉണ്ടാവും. അതുകൊണ്ടിട്ടാണ് നമ്മളിവിടെ ഈ അടി ചെറിയ ഞെറിവ് പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ആ ഞെറിവ് നമുക്ക് വലിയ പ്രശ്നമാവില്ല. ആ ഞെറിവ് നമ്മൾ ഇലാസ്റ്റിക് ഇടുമ്പോൾ അതങ്ങ് ബുദ്ധിമുട്ടില്ലാതെ അറിയത്തില്ല ആ ഞെറിവ്. കാരണം ഇലാസ്റ്റിക് വരുമ്പോൾ ഇങ്ങനെ ചുരുങ്ങി ആയിരിക്കുമല്ലോ കിടക്കുന്നത്. അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് കൈകൊണ്ട് തുന്നിയെടുക്കാനാണെങ്കിലും വളരെ എളുപ്പത്തിൽ ഇതുപോലെ അങ്ങ് തുന്നിയെടുക്കാം. പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടും ഇല്ല. കുട്ടികൾക്കൊരു സ്കേർട്ട് എളുപ്പത്തിൽ നമുക്ക് റെഡിയാകുകയും ചെയ്യും. പട്ടയൊക്കെ വെച്ച് കൊടുത്താൽ പിന്നെയും അതിൽ കുറച്ചുകൂടി ഒരു എക്സ്ട്രാ പണിയല്ലേ. ഇതുപോലെ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ആ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇവിടെ നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ആ ഗ്യാപ്പിൽ കൂടി നമുക്ക് ഇലാസ്റ്റിക് ചെയ്ത് കൊടുക്കാനായിട്ടാണ്.
ഇതിങ്ങനെയാണ് നമ്മൾ തയ്ച്ചെടുത്തത്. ഇനി ഇതുപോലെ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക്കിൻ്റെ അളവിൽ മാത്രമേ നമ്മളൊന്ന് ശ്രദ്ധിക്കാനുള്ളൂ. നമ്മുടെ കുട്ടിയുടെ അരവണ്ണം എത്രയാണോ ആ അരവണ്ണം കറക്റ്റ് എടുത്തിട്ട് അതിനേക്കാളും ഒരു 3 ഇഞ്ചോ 4 ഇഞ്ചോ കുറച്ചെടുക്കുക. എനിക്കിപ്പോൾ അരവണ്ണം വന്നത് 25 ഇഞ്ചാണ് മോളുടെ അരവണ്ണം വന്നത്. അതിനേക്കാളും ഞാനൊരു 4 ഇഞ്ച് കുറച്ചിട്ട് 21 ഇഞ്ചാണ് ഇലാസ്റ്റിക് എടുത്തിരിക്കുന്നത്. ആ 21 ഇഞ്ച് ഇലാസ്റ്റിക് എടുത്തിട്ട് നമുക്ക് ഈ ഗ്യാപ്പിൽ കൂടെ ഇങ്ങനെ കയറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഈ ഗ്യാപ്പിൽ കൂടി കയറ്റി എടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നമ്മൾക്ക് എന്നിട്ട് ആ ഇലാസ്റ്റിക് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് പതുക്കെ ഒന്ന് വലിച്ചു കൊടുത്ത് കറക്റ്റ് എല്ലായിടവും നേരെ ആക്കി എടുക്കണം കേട്ടോ. കണ്ടോ, ഇതുപോലാണ് നമുക്ക് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ആ വലിച്ചെടുത്തപ്പോൾ വീണ്ടും ഉള്ളിലേക്ക് പോയി. അത് കുറച്ചുകൂടി കറക്റ്റ് ചെയ്ത് നമ്മളിതാ ഒന്നുകൂടി വലിച്ചെടുത്തിട്ടുണ്ട്. വലിച്ചെടുത്തു കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ടറ്റവും തമ്മിലൊന്ന് തയ്ച്ചെടുക്കാം. ഈ രണ്ടറ്റവും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അവിടെ നമുക്കൊരു 5-6 പ്രാവശ്യം ഒന്ന് തയ്ച്ചു കൊടുക്കാം. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും തയ്ച്ചെടുക്കുന്നുണ്ട്. കാരണം അത് വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് കയറ്റിയ സ്ഥലത്തൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, നമ്മളവിടെ കുറച്ച് സ്ഥലം വിട്ടിട്ടല്ലേ എടുത്തത് ഇത് കയറ്റാൻ, ഈ ഇലാസ്റ്റിക് കയറ്റാൻ വേണ്ടി. അപ്പോൾ ആ ഗ്യാപ്പ് കൂടി ഒന്ന് ഇവിടെ തയ്ച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മളുടെ നൈറ്റി കൊണ്ടിട്ടുള്ള സ്കേർട്ട് റെഡിയാക്കാനായിട്ടുള്ള പരിപാടി. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ചുളിവുകളൊക്കെ ഇല്ലേ, നമ്മളുടെ അടിഭാഗം നമ്മൾ ചുരുക്ക് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അടിവശത്ത്, അപ്പോൾ അതൊന്നും ഈ ഇലാസ്റ്റിക് ഇടുമ്പോഴത്തേക്കും അറിയത്തില്ല. കണ്ടോ, ഇങ്ങനെ നമുക്ക് കിട്ടുന്നത്. നമ്മളിവിടെ ഈ ഇലാസ്റ്റിക് ഇടൽ മാത്രമേ നമ്മൾ സത്യം പറഞ്ഞാൽ ചെയ്തിട്ടുള്ളൂ അല്ലേ, വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഈ അടിഭാഗത്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുക. കാരണം അവിടെ അലുത്തൊന്നും പോകത്തില്ലല്ലോ, ബനിയൻ സ്റ്റഫ് തുണിയായതുകൊണ്ടിട്ട് തന്നെ. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യൽ അറിയാൻ പാടില്ലാത്തവർക്ക് പോലും ചെയ്തെടുക്കാവുന്ന ഒരു സ്കേർട്ടാണിത്. ഇതിപ്പോൾ ആ സ്കേർട്ട് മോളിട്ടതാണ് കേട്ടോ. 9 വയസ്സാണ് ആൾക്കുള്ളത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്കേർട്ടാണിത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്